ഒരുപാട് പേരുടെ നിരന്തരമായ പ്രയത്നം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കുന്നു. താങ്ക് യു സാർ. അങ്ങനെ പുന്നമടയിൽ പൊടിപ്പൂരം, പകൽപൂരം, ജഗലപൂരം, കൊമ്പന്മാർ കൊമ്പ് കോർക്കുവാൻ പോകുന്നു. യുദ്ധക്കളമായി മാറുവാൻ പോകുന്നു. യുദ്ധക്കളത്തിന് ഇതാ പുന്നമടയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കാട്ടുതീ പോലെ ആഞ്ഞടിക്കുകയാണ്. ഒന്നിൽ മേൽപ്പാലം, രണ്ടിൽ വീയപുരം, മൂന്നിൽ അരോമ, നാലിൽ നടുഭാഗം. ശേഷം വിവരണത്തിന് മൈക്ക് ഷൈജു ദാമോദരനിലേക്ക്. ഹൃദയമിടിപ്പുകൾ ഉയരുന്നു, ആത്മവിളികൾ കാക്കമേറുന്നു. ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്. എല്ലാറ്റിനും പിന്നിൽ ഒരു പകയുണ്ട്, പോരാട്ടമുണ്ട്, മത്സരമുണ്ട്. ഒരുമയുടെ പെരുമയുടെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും തയ്യാറെടുപ്പും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണു ചിമ്മാണ്ട് ചങ്കുപിടച്ച് ഞരമ്പിലും തീയും പിടിച്ച് ഓരോ വള്ളംകളിക്കാരനും കാത്തിരിക്കുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. Because something special is coming today. Somebody will miss immortality by the narrowest of margins. Somebody may produce a comeback that people will remember for years. Somebody will discover that brutal millimeter separating victory from heartbreak. In Kerala, wonderful performance. Punnamada Kayal, ഇത് നെഹ്റു ട്രോഫി. അതെ ഷൈജു, യെസ്, ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ വിജയം വെറുതെയായിരുന്നില്ല എന്ന് അരോമ തെളിയിക്കുകയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകാനുള്ള സാധ്യത തീരുമാനിക്കട്ടെ എന്ന് ജഡ്ജസ് പറയും. ലോകമുറ്റു നോക്കുന്നത് അരോമയും വീയപുരവും നടുഭാഗവും മേൽപ്പാടവും ഇഞ്ചോടിഞ്ച് പോരാടിയ മില്ലിമീറ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മില്ലിമീറ്റർ അതിന് പോരാടിയ ഫൈനൽ മത്സരമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇല്ല, നമുക്ക് കഴിയില്ല, നമ്മൾ പറയുന്നുമില്ല. ലോകത്തെ എല്ലാ ഫോട്ടോ ഫിനിഷ് ക്യാമറകളും ഓവർ ടു ദ തേർഡ് അമ്പയർ. അതെ, മേൽപ്പാടവും വീയപുരവും അരോമയും നടുഭാഗവും, അതെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും UBC കൈനകരിയും അരോമ ബോട്ട് ക്ലബും PBC പുന്നമടയും തമ്മിൽ പോരാടി. അത് ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. അതുപോലെ അത്ര സുന്ദരമായ പുന്നമട കായലിനെ കോരിത്തരിപ്പിച്ച ഒരു ഫൈനലായിരുന്നു 2026 ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഇവിടെ അരങ്ങേറിയത്. ഇനിയും പ്രധാന പവലിയനിലേക്ക് മൈക്ക് ഞങ്ങൾ കൈമാറുന്നതിന് ബഹുമാന്യരെ, 72ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത്. അത്യന്തം ആവേശകരമായ ഒരു മത്സര വള്ളംകളിയുടെ അവസാന ഫലം NDBR സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായ ആലപ്പുഴയുടെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ ശ്രീ ഷാജി വി നായർ IAS അവറുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഈ ഫലം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ആ വിജയികളായവർ ക്യാപ്റ്റനും ഒരാളും ഈ വേദിയിലേക്ക് കടന്നു വരികയും ഈ ട്രോഫി ഏറ്റുവാങ്ങി സമാധാനപരമായി പുറത്തിറങ്ങി ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയും വേണം. ഈ വേദിയിൽ നടത്തുന്ന എല്ലാ അസൗകര്യങ്ങൾക്കും തടസ്സങ്ങളും അത് അച്ചടക്ക നടപടിയായി കണക്കാക്കും. അത് നിങ്ങളുടെ ഫലത്തെയും നിങ്ങളുടെ പ്രതിഫലത്തെയും ബാധിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ആഘോഷത്തോടെ നടന്ന ഈ ജലമേളയുടെ ഫലം പ്രഖ്യാപിക്കാൻ ആദരണീയനായ ജില്ലാ കളക്ടർ ഷാജി വി നായർ IAS അവറുകളോട് അഭ്യർത്ഥിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. 4ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടനാണ്. 4 മിനിറ്റ് 24 സെക്കൻഡ് 0.015 മില്ലി സെക്കൻഡിലാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 3ാം സ്ഥാനം വീയപുരം ചുണ്ടനാണ്. 4 മിനിറ്റ് 23 സെക്കൻഡ് 0.770 മില്ലി സെക്കൻഡിലാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ്. നടുഭാഗം ചുണ്ടൻ 4 മിനിറ്റ് 23 സെക്കൻഡ് 0.448 മില്ലി സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അവസാനമായി നമ്മൾ കാത്തിരുന്ന വിജയി 22ാം നെഹ്റു ട്രോഫി ബോട്ട് റൈസിന്റെ വിജയി അരോമ ചുണ്ടനാണ്. 4 മിനിറ്റ് 23 സെക്കൻഡ് 0.328 മില്ലി സെക്കൻഡിലാണ് അവർ ഇത്തവണ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും അരോമ ചുണ്ടന്. മറ്റ് ചുണ്ടൻ 4ാം സ്ഥാനം വരെയുള്ള ചുണ്ടൻ വള്ളങ്ങളെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഈ ജലമേളയുടെ മുഴുവൻ വിജയത്തിനും ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ബഹുമാന്യമായ ടൂറിസം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കൂടി വന്ന് ഇതിന്റെ അവലോകന യോഗം നടത്തി. ഇത് വിജയിപ്പിക്കാൻ നമ്മോടൊപ്പം നിന്ന മന്ത്രി നിങ്ങളോട് നന്ദി പറയും. അതിനുശേഷം സമ്മാന വിതരണം നടക്കും. ബഹുമാന്യായ മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് അവർ. ബഹുമാന്യരെ, പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കം ഇവിടെ വിജയകരമായി സമാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചവർക്ക് ഒരു വാക്കിൽ നന്ദി പറയാൻ സംസ്ഥാന ടൂറിസം വകുപ്പിന് വേണ്ടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്. നമ്മുടെ NDBR സൊസൈറ്റി, ജില്ലാ ഭരണകൂടം, അവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ ബോട്ട് ക്ലബിൻ്റെ ഭാരവാഹികളും എല്ലാവരും തുഴക്കാരും എല്ലാവരും ചേരുന്ന ഒരു ടീമാണ്. അവരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി വീണ്ടും അടുത്ത വർഷം ആവുമ്പോഴേക്കും കൂടുതൽ മനോഹരമായി സംഘടിപ്പിക്കാം. ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ, ഒരു സംശയവും വേണ്ട, സെപ്റ്റംബറിൽ തന്നെ CBL ആരംഭിക്കുകയാണ് എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ നെഹ്റു ട്രോഫി അവസാനിക്കുന്നു. നെഹ്റു ട്രോഫിയിലെ ക്വാളിഫൈ ചെയ്ത 9 ടീമുകൾ വെച്ചുകൊണ്ട് CBLഉം ആരംഭിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ലോകത്തെ എല്ലായിടത്തേക്കും ഇതെത്തിച്ച മാധ്യമ സ്നേഹിതന്മാരോടുള്ള പ്രത്യേകമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ ജില്ലാ ചുമതലയുള്ള മന്ത്രി നമ്മുടെ നാട്ടുകാരനായ ശ്രീ M ലിജു അവർ. ആദരണീയനായ ടൂറിസം വകുപ്പ് മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ PC വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മറ്റ് ബഹുമാന്യരായ നമ്മുടെ ND ബോട്ട് റേസ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കളക്ടർ, പ്രിയപ്പെട്ടവരെ, മാധ്യമപ്രവർത്തകരെ, ഏറ്റവും ആവേശകരമായ സമീപകാല നെഹ്റു ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ആരാണ് ജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്യാവേശകരമായ ഒരു മത്സരത്തിൽ അരോമ ചുണ്ടൻ നെഹ്റു ട്രോഫി ഇന്ന് നേടിയെടുത്തിരിക്കുകയാണ്. ഇത് നമ്മളെല്ലാം സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ആലപ്പുഴയുടെ പെരുമ ലോകമാകമാനം എത്തിച്ച നെഹ്റു ട്രോഫിയുടെ അത്യുജ്വലമായൊരു വിജയത്തിനാണ് ഇന്ന് പുന്നമട സാക്ഷ്യം വഹിച്ചത്. ഏവരോടും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിജയിച്ച ഫലം പ്രഖ്യാപിച്ച വിജയിച്ച വിജയിച്ച ക്ലബ്ബ്, അതിൻ്റെ ചുണ്ടൻ വള്ളം, ആ ക്ലബ്ബ് ഭാരവാഹികൾ അടിയന്തരമായി ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ എത്തണം. സമയം ഒരുപാട് വൈകി. നമ്മുടെ ജില്ലക്കാരി കൂടിയായ ബഹുമാന്യയായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഇവിടെയുണ്ട്. ഒരു വാക്കിൽ ബഹുമാന്യയായ ഷാനിമോൾ ഉസ്മാൻ കൂടി നിങ്ങളോട് നന്ദി പറയും. എത്രയും വേഗം ക്യാപ്റ്റൻ ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ എത്തണം. ബഹുമാന്യരെ, ഓളപ്പരപ്പിലെ ഈ ഒളിമ്പിക്സിന് അത്യാവേശത്തോടുകൂടി പിന്തുണ നൽകിയ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്.
സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാനത്തെ ടൂറിസം വകുപ്പും പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വിഷ്ണുനാഥും ജില്ലയുടെ ചുമതലയുള്ള ശ്രീ എം ലിജു മന്ത്രിയും മറ്റ് നേതാക്കളുമൊക്കെ ഓരോ നിമിഷവും ഈ വള്ളംകളിയുടെ വിജയത്തിന് വേണ്ടി ഏറെ ദിവസങ്ങളായി കഷ്ടപ്പെടുകയായിരുന്നു. ജില്ലാ അഡ്മിനിസ്ട്രേഷനും നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയും വള്ളംകളിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. തുഴച്ചിൽക്കാരും വള്ളത്തിൻ്റെ ഉടമകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വള്ളംകളി സ്നേഹികളും എല്ലാവർക്കും ഈ അവസരത്തിൽ ആവേശകരമായി എല്ലാവരോടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിജയികൾക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബഹുമാനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം. പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇത്തവണത്തെ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയശ്രീ ലാളിതനായ ആരോമ ചുണ്ടൻ വള്ളം ആദ്യമായിട്ടാണ് വള്ളംകളി മത്സരത്തിനായി നീരണിഞ്ഞതും ആദ്യമായിട്ടാണ് നെഹ്റു ട്രോഫി മത്സരത്തിലും ഒക്കെ പങ്കെടുത്തത്. ആദ്യ മത്സരത്തിൽ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ട്രോഫി നേടുകയും 1ാം സ്ഥാനത്തെത്തുകയും ഇപ്പോൾ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫിയിലും 1ാം സ്ഥാനത്തെത്തിയ ആരോമ കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു ട്രോഫി കൊല്ലം ജില്ലയിലേക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. സാധാരണഗതിയിൽ ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെയായി നിന്ന ഈ നെഹ്റു ട്രോഫി ആരോമയിലൂടെ കൊല്ലത്തെത്തിയിരിക്കുന്നു. ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിന്റെ തൊട്ടൊരു മണ്ഡലമാണ്. ഞാൻ ഈ ആരോമയുടെ കളിക്കാരെ, തൊഴിൽക്കാരെ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു.